Question നോക്കിയോളൂ. The 10th common term between the two arithmetic progression 3, 7, 11, 15, etc. and 1, 6, 11, 16, etc. is. എന്താണ് 10th കോമൺ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എ പി നമ്മളെ എങ്ങനെ എഴുതാം? 3, 7, 11, 15 പിന്നെ എന്താണ് വരിക? അതായത് ഇതിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ് അല്ലെ? അപ്പോൾ 19 വരും അല്ലെ? പിന്നെ ഇത് വരും 23 വരും, 27 വരും, 31 വരും അല്ലെ? കാരണം രണ്ടെണ്ണെങ്കിലും നമുക്ക് കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി അടുത്തത് എ പിയിൽ ഇങ്ങനെ വരും 1, 6, 11, 16 പിന്നെ ഇത് വരും 21, 26, 31. അപ്പോൾ ഫസ്റ്റ് കോമൺ ടേം എന്ന് പറയുന്നത് 11ഉം നെക്സ്റ്റ് കോമൺ ടേം എന്ന് പറയുന്നത് 31ഉം. അപ്പൊ അങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ എടുക്കാന്ന് വിചാരിക്കുക. 11, 31 എക്സിട്ര എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് എന്താ, ഇതില് 10th ടേം ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? അപ്പൊ ഇതില് ഡി എന്ത് വരും? നമുക്ക് ഡി എന്ന് പറയുന്നത് 31 മൈനസ് 11, അത് എത്രയാണ്? 20 ആണ് അല്ലെ? ഡി 20യും എ 11ഉം ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട് വെച്ചെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? T10 കണ്ടുപിടിക്കണം അല്ലെ? T10 എങ്ങനെ കണ്ടുപിടിക്കുക? എ പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു ഡി, അതായത് എ എത്രയാണ്? 11 പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാണ്? 20, അതായത് 11 പ്ലസ് 180, അത് എത്രയാണ്? 191. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Three numbers are in AP such that their sum is 18 and the sum of their squares is 158. The greatest among them is. എ പിയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എ മൈനസ് ഡി, എ പ്ലസ് ഡി, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിനെ മൂന്നിനെയും കൂടി കൂട്ടിയാൽ എന്ത് വരും? എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി, ഡി ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ 3a ഈക്വൽ ടു 18 എന്ന് വരും. അപ്പൊ എ ഈക്വൽ ടു എന്ത് വരും? 18/3 6 എന്ന് വരും അല്ലെ? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, അതായത് എ മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഡി ഹോൾ സ്ക്വയർ, ഇത് എന്ന് പറയുന്നത് 158 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? എ സ്ക്വയർ മൈനസ് 2ad പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 2ad അല്ലെ? ഈ 2ad ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ നമുക്ക് എത്ര എ സ്ക്വയർ ഉണ്ട്? 3a സ്ക്വയർ പ്ലസ് 2d സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് നമുക്ക് കിട്ടി? 158 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എ സ്ക്വയറില് എന് പകരം എന്ത് 6 എന്ന് കൊടുത്താൽ 36, 3 ഇൻറ്റു 36, അത് എത്രയാണ് വരിക? 108 വരും അല്ലെ? 2d സ്ക്വയർ ഈക്വൽ ടു 158 മൈനസ് 108, അതായത് 50. 2d സ്ക്വയർ ഈക്വൽ ടു 50 എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എന്ത് വരും? 50 ഡിവൈഡഡ് ബൈ 2, അത് എത്രയാണ്? 25. അപ്പൊ ഡി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 5. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഗ്രേറ്റസ്റ്റ് എമംഗ് ദം, അതായത് എ പ്ലസ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. എന് ഏത് വാല്യൂ? 6 എന്നുള്ള വാല്യൂ അല്ലെ? ഡിന് എന്താണ് വാല്യൂ? -5 കൊടുക്കാം അല്ലെങ്കിൽ +5 കൊടുക്കാം. -5 കൊടുത്താൽ ഇത് കുറയേ ഉള്ളൂ അല്ലെ? ഏറ്റവും കൂടുതലുള്ള വാല്യൂ എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് എമംഗ് ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6, 6 പ്ലസ് 5 അല്ലെ? അപ്പൊ എത്രയാണ് വരിക? 11. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.